പ്രകൃതി രമണീയത കൊണ്ട് മനോഹരമായ പാലക്കാട് ജില്ലയിലെ തെയ്യോട്ടിച്ചിറയിലുള്ള കമ്മുസൂഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന അത്ഭുത കറാമത്തുകൾ നിറഞ്ഞ മഖാമിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 367ാമത്തെ എപ്പിസോഡ്. പാലക്കാട് ജില്ലയിലെ അതിപ്രശസ്തമായ മഖാമാണ് തെയ്യോട്ടിച്ചിറ ഷെയ്ഖ് കമ്മുസൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പാലക്കാട് ജില്ലയിലെ തന്നെ അതിപ്രശസ്തമായ നാട്ടുകല്ല് മഖാമിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് അല്പദൂരം മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഹൈവേയിൽ 55-ാം മൈൽ എന്ന് പറയുന്ന ഈ ഒരു അങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 1.5 കിലോമീറ്റർ ഈ റോഡിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് തെയ്യോട്ടിച്ചിറ ജുമാ മസ്ജിദിൻ്റെയും കമ്മുസൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും മഖാമിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയും. കമ്മുസൂഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് സൂഫി കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ. ഇപ്പോൾ നമ്മൾ അവരുടെ മഖാമിൻ്റെ അടുത്താണ് ഏകദേശം എത്തിയിട്ടുള്ളത്. പച്ച പുതച്ച മനോഹരമായ താഴ്വരകൾക്കരികിലാണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത്. ദിവസവും ധാരാളം ആളുകൾ സിയാറത്തിനെത്തുന്ന വലിയ ഒരു സിയാറത്ത് കേന്ദ്രം തന്നെയാണ് തെയ്യോട്ടിച്ചിറ മഖാം. ഹിജറ 1190 ജനിച്ച മഹാനുഭാവൻ ഹിജറ 1249 59ാമത്തെ വയസ്സിൽ ദുൽഹിജ്ജ 7-നാണ് വഫാത്താകുന്നത്. എല്ലാ ദുൽഹിജ്ജ മാസവും 7-ന് വലിയ ഉറൂസാണ് ഇവിടെ നടക്കാറുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ എത്തുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനമൊക്കെ കൊടുക്കുന്ന വലിയ ഉറൂസ് ഇവിടെ നടക്കാറുണ്ട്. ഈ മഖാം താഴ്ഭാഗത്ത് ഈ കാണുന്നതാണ് മഖാം. അവിടേക്ക് വണ്ടിയുമായിട്ട് നമുക്ക് പോകാൻ കഴിയും. ഇതാണ് അവിടേക്ക് പോകുന്ന വഴി. ബഹുമാനപ്പെട്ടവർ പ്രാഥമിക പഠനം തൻ്റെ നാട്ടിൽ നിന്ന് തന്നെ നിർവഹിച്ച ശേഷം പിന്നീട് പൊന്നാനിയിലെത്തി മഹാനായ മമ്മിക്കുട്ടി ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്ന് പൊന്നാനി പള്ളിയിൽ വെച്ച് ഇൽമു നുകരുകയും പിന്നീട് ആത്മീയ വഴിയിലേക്ക് സഞ്ചരിക്കുകയുമായിരുന്നു. വെളിയങ്കോട് ഉമർ ഖാദി, ബൈത്താൻ മുസ്ലിയാരെ പോലെയുള്ള ഒരുപാട് മഹാന്മാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നു. മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ പക്കൽ നിന്നാണ് ഖാദിരിയ ത്വരീഖത്ത് ബഹുമാനപ്പെട്ടവർ സ്വീകരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ജുമുഅത്ത് പള്ളി. ഇതിൻ്റെ ചാരയാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇപ്പോൾ ഇത് പുതുക്കിപ്പണിയുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ സിയാറത്തിനെത്തിയത് ഉറൂസ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെയാണ്. അതിൻ്റെ പന്തലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു ജുമുഅത്ത് പള്ളി ഇവിടെ നിർമ്മിക്കുന്നതും ബഹുമാനപ്പെട്ടവർ തന്നെയാണ്. ബഹുമാനപ്പെട്ടവരുടെ ആദ്യകാലങ്ങളിൽ ജുമുഅക്ക് പോയിരുന്നത് ഏകദേശം 25ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് പുത്തനങ്ങാടി ശുഹദാ മഖാം പള്ളിയിലേക്കായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ടവർ ഇവിടെ പള്ളി നിർമ്മിക്കുകയും ജുമുഅ ആരംഭിക്കുകയും ചെയ്തു. ഇത് ഒരു സത്യപ്പള്ളി കൂടിയാണ്. ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഇവിടെ വന്ന് സത്യം ചെയ്യും. കള്ളസത്യം പറഞ്ഞാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മഖാമിന് തൊട്ട് മുമ്പായി ഇവിടെ ഈ കാണുന്നത് ബഹുമാനപ്പെട്ട അവറാൻ ഉപ്പാപ്പ എന്നിവരുടെ മഖാമാണ്. കുറുപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും മഹാനായ ഉപ്പാപ്പയുടെ സമീപത്ത് ഒരുപാട് കാലം കഴിഞ്ഞുകൂടുകയും അങ്ങനെ അവിടുത്തെ കൂടെ കൂടി വലിയ പദവിയിലേക്ക് എത്തിച്ചേർന്ന് അവസാനം നാട്ടിൽ നടന്ന ഒരു ലഹളയിൽ യുദ്ധം ചെയ്ത് അതിൽ ഷഹീദായി വഫാത്തായ മഹാനാണ് അവറാൻ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാനുഭാവൻ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒട്ടനവധി കറാമത്തുകൾ കൊണ്ട് പ്രശസ്തരാണ് മഹാനായ കമ്മുസൂഫി റളിയല്ലാഹു അൻഹു. ജീവിതകാലത്തും അതുപോലെ വഫാത്തിന് ശേഷവും അവിടുത്തെ പക്കൽ നിന്ന് വലിയ കറാമത്തുകൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ സ്ത്രീകൾ കുളിക്കുന്ന കുളത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പനയിൽ നിന്ന് ഒരാൾ കള്ള് ശേഖരിക്കുന്ന വിവരം മഹാൻ്റെ അരികിലെത്തി. അയാളെ വിളിച്ച് ഇനി മേലിൽ അത് ചെയ്യരുതെന്ന് ഉപദേശിച്ചു. ഇനി ഇവിടെ നിന്ന് കള്ള് ശേഖരിക്കില്ലെന്ന് അയാളും സമ്മതിച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും ആ പനയിലെ കള്ള് ശേഖരിക്കാനെത്തി. അതറിഞ്ഞ മഹാൻ അയാളെ വീണ്ടും വിളിപ്പിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള മരങ്ങൾ എന്നെ അനുസരിക്കും. അത്ഭുതമെന്ന് പറയട്ടെ, പിന്നീട് അയാൾക്കതിൽ നിന്ന് കള്ള് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, പരിസരത്ത് ഒരു പനയിൽ നിന്നും കള്ള് ലഭിച്ചില്ല.
ആ കറാമത്ത് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നും തെയ്യോട്ട് ചിറയിലെ പനകളിൽ നിന്നോ തെങ്ങുകളിൽ നിന്നോ കള്ള് ലഭിക്കാറില്ല. അതുപോലെ ഒരിക്കൽ വുളൂ ചെയ്യാനായി ബഹുമാനപ്പെട്ടവർ കുളത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു പാമ്പ് അവരുടെ കാലിൽ കുത്തി. അത് വിഷയമാക്കാതെ ബഹുമാനപ്പെട്ടവർ വുളൂ ചെയ്തു വന്ന് അന്ന് മഗ്‌രിബും ഇശാവും ഒക്കെ നിസ്കരിച്ച് പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കരിച്ച ശേഷം പള്ളിയിലെ മുഅദ്ദിനോട് വിവരം പറഞ്ഞു. മുഅദ്ദിൻ അത്ഭുതത്തോടു കൂടി കുളത്തിൻ്റെ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതാ കിടക്കുന്നു, ആ കടിച്ച പാമ്പ് ചത്ത് കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ്. ഇന്നും നീറുന്ന പ്രശ്നങ്ങളുമായി ഇവിടെ എത്തുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ മക്കാം. ബഹുമാനപ്പെട്ടവരെ മക്കാമിൻ്റെ അവിടുത്തെ ഖബറിൻ്റെ മീസാൻ കല്ലിൻ്റെ ചാര അന്ന് നട്ടുപിടിപ്പിച്ച ചെടി ഇന്ന് വലിയ മരമായി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഇല രോഗശമനങ്ങൾക്ക് വേണ്ടി ആളുകൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അള്ളാഹു ഈ മഹാൻ്റെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഇരുലോകവും ഖൈറിലാക്കുമാറാകട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.